Hey guys, welcome back to NKL EDITS. So guys, അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് എന്താ വെച്ചാൽ നമ്മളിപ്പോൾ പ്രിവ്യൂ കണ്ട ഒരു കളർ റീപ്ലേസ്മെൻ്റ് ആണ്. നമ്മളിപ്പോൾ ഇൻസ്റ്റാഗ്രാമും കാര്യങ്ങളൊക്കെ തുറന്നാൽ നമുക്കിപ്പോൾ അധികവും കാറിൻ്റെ എഡിറ്റും കാര്യങ്ങളൊക്കെയാണ് കണ്ടുവരുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ആ ഒരു കാറിൻ്റെ എഡിറ്റ്സിൽ നമ്മൾ കണ്ടുവരുന്ന ഒരു എഫക്റ്റാണ് ഈ ഒരു കളർ റീപ്ലേസ്മെൻറ്റ് പറയുന്നത്. അത് നമുക്ക് ലൈറ്റ് മോഷനിൽ വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. ജസ്റ്റ് ഒരു ഒന്നോ രണ്ടോ എഫക്ട്സിൻ്റെ കാര്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ അതെന്താണെന്ന് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കറക്റ്റായിട്ട് പറയുന്നുണ്ട്. അതിനുവേണ്ടി നിങ്ങൾ ഈ വീഡിയോ മുഴുവനായി സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. സോ ഗൈസ്, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഗൈസ്, ഞാനിവിടെ ലൈറ്റ് മോഷൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇവിടെ വന്ന് ഞാനിതാ ഒരു കാറിൻ്റെ വീഡിയോ ആണ് എടുത്തിട്ടുള്ളത്. ഓക്കെ, ഇതേപോലെ ഒരു കാറിൻ്റെ വീഡിയോ ആണ് എടുത്തിട്ടുള്ളത്. രണ്ടും സെയിം ക്ലിപ്പ് തന്നെയാണ്. അതായത് ഒരു ക്ലിപ്പ് നിങ്ങൾ ആദ്യം ആഡ് ചെയ്യുക, ദെൻ അത് നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക. ഓക്കെ, ദെൻ നമ്മൾ എന്ത് ചെയ്യുക, ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത ലെയർ സെലക്ട് ചെയ്യുക, എഫക്ട്സ് ആഡ് എഫക്ട്സിൽ വന്ന ശേഷം നമ്മൾ ഇവിടെ തന്നെ റീപ്ലേസ് കളർ എന്ന് പറഞ്ഞൊരു എഫക്റ്റ് ഉണ്ട്. അത് നിങ്ങൾ സെർച്ച് ചെയ്താൽ മതി. റീപ്ലേസ് കളർ എന്ന് പറഞ്ഞാൽ ലൈറ്റ് മോഷനിലൊരു എഫക്റ്റ് ഉണ്ട്. അത് നമ്മൾ സെലക്ട് ചെയ്ത് ആഡ് ചെയ്യുക. ഇവിടെ നമ്മൾ റീപ്ലേസ് കളർ എന്ന് പറഞ്ഞൊരു ഫസ്റ്റ് ഓപ്ഷൻ ഉണ്ട്. അവിടെ റെഡ് ആയിരിക്കും ഉണ്ടാവും. അത് നമ്മൾ ടാപ്പ് ചെയ്തിട്ട് ഇവിടെ പെൻസിലിൻ്റെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ദെൻ ഈ ഒരു മാർക്ക് നമ്മൾ മാറ്റി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഏതൊരു കളറാണോ ചേഞ്ച് ചെയ്യേണ്ടത് ആ ഒരു കളർ സെലക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ അത് സെലക്ട് ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ന്യൂ കളർ എന്നുള്ളത് ഉണ്ടാവും. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതൊരു കളറാണോ വെച്ചാൽ ആ ഒരു കളർ കൊടുക്കുക. ഞാനിപ്പോൾ ഒന്ന് ഗ്രീനാണ് കൊടുക്കുന്നത്. ഇതേപോലെ ഗ്രീൻ കൊടുത്ത ശേഷം നമുക്ക് ഇതിൻ്റെ താഴെ ത്രഷോൾഡ് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് വന്ന് നമ്മൾ 0ലേക്ക് സെറ്റ് ചെയ്യുക ഇതേപോലെ. ദെൻ അതിൻ്റെ താഴെയായിട്ട് ഫെദർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ആ ഒരു ഫെദർ എന്നുള്ള ഓപ്ഷൻ നമ്മൾ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ കളറ് സെറ്റായി വരുന്നുണ്ടാവും. അതായത് നമ്മളിപ്പോൾ ഫെദർ വന്ന് ഇതേപോലെ 0 ആണെങ്കിൽ നമുക്ക് ആ ഒരു ബ്ലൂ കളറിനായിരിക്കും ഉണ്ടാവും. അത് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് ആ ഒരു ഗ്രീൻ കളറ് സ്പ്രെഡ് ആവുന്നത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഓക്കെ, ഇതിപ്പം എന്ന് പറഞ്ഞാൽ ഓരോ കളറിന് ഓരോ ഫെദറായിരിക്കും നമ്മൾ കൊടുക്കേണ്ടി വരും. ഇപ്പം റോസ്, അതേപോലെ ഗ്രീൻ, റെഡ് അങ്ങനെയൊക്കെ കൊടുക്കുമ്പോൾ ഫെദർ നിങ്ങൾ നോക്കി സെറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എനിക്കിപ്പോൾ ഒരു 140 ആകുമ്പോൾ കറക്റ്റായിട്ട് ആ ഒരു ഗ്രീൻ കളർ കറക്റ്റ് വന്നിട്ടുണ്ട്. ദെൻ എന്ന് പറഞ്ഞാൽ ആൽഫയുടെ വാല്യൂ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യുക. ആൽഫ പറഞ്ഞാൽ ഇതേപോലെ കറക്റ്റായി നിങ്ങൾ സ്ക്രോൾ ചെയ്യുമ്പോൾ വാല്യൂ ഇൻക്രീസ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കളർ സെറ്റ് ചെയ്യുക. അതായത് ഈ ഒരു ഗ്രീൻ വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഗ്രീനൊക്കെയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിക്ക് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം. ഓക്കെ, ഇതാണ് നമ്മുടെ ആൽഫ ചേഞ്ച് ചെയ്യുമ്പോൾ കിട്ടുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യുക, അഗെയിൻ ആഡ് എഫക്ട്സിൽ വരിക, വൈപ്പിൽ വന്ന ശേഷം നമ്മൾ എന്ത് ചെയ്യുക, എൻഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇതേപോലെ 2 കീ ഫ്രെയിംസ് ഇതേപോലെ ആഡ് ചെയ്യുക. ഇതിൽ ഫസ്റ്റിലെ കീ ഫ്രെയിമിൻ്റെ വാല്യൂ വന്ന് നമ്മൾ 0ലേക്ക് സെറ്റ് ചെയ്യുക. ഓക്കെ, കറക്റ്റ് 0ലേക്ക് സെറ്റ് ചെയ്യുക. അതായത് നമുക്ക് ആ ഒരു സ്ക്രീനിന് അത് പോയാൽ മതി, ആ ഒരു ലെയർ സ്ക്രീനിന് ഇതായാൽ മതി. ഓക്കെ, 0 തന്നെ വേണമെന്നില്ല. ഇപ്പം നമ്മൾ പറഞ്ഞാൽ ഈ ഒരു രീതിയാണ് നമ്മുടെ ആ ഒരു ഇത് വരില്ല, ആ ഒരു എഫക്റ്റ് വരില്ല. ആ ഒരു രീതിക്ക് നമ്മൾ ഇതിൻ്റെ വാല്യൂം അഡ്ജസ്റ്റ് ചെയ്യുക. ഓക്കെ, ദെൻ നമ്മൾ എന്ത് ചെയ്യുക, വാല്യൂ അഡ്ജസ്റ്റ് ചെയ്ത കീ ഫ്രെയിംസ് ഫസ്റ്റിലും എൻഡിലായിട്ട് ഇതേപോലെ സെറ്റ് ചെയ്യുക. ദെൻ എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതേപോലെ കറക്റ്റ് ആ ഒരു ലൈൻ പോകുന്ന പോലെ ആയിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ നമുക്കത് മാറ്റാൻ വേണ്ടിയിട്ട് താഴെ ഫെദറിൻ്റെ ഓപ്ഷൻ ഉണ്ടാവും. ആ ഒരു ഫെദറിൻ്റെ ഓപ്ഷൻ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇൻക്രീസ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഒരു 10-11 ആ റേഞ്ചിൽ സെറ്റ് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ ആ ഒരു ഫെദറിൻ്റെ ഓപ്ഷൻ നമ്മൾ ചേഞ്ച് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതേപോലെ കറക്റ്റായിട്ട് ഈ ഒരു റേഞ്ചിൽ കിട്ടും. ഓക്കെ, ഇത് പറഞ്ഞാൽ ഫെദറിൻ്റെ വാല്യൂ നിങ്ങൾ കൂട്ടുകയോ കുറയ്ക്കുകയോ എന്താ വെച്ചാൽ നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു വീഡിയോസിൽ ചെയ്യുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇനി ഇതിലേക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വേറെ പല ട്രാൻസിഷൻസ് ആഡ് ചെയ്യാം. അതായത് നമ്മളിപ്പോൾ കാറിൻ്റെ വീഡിയോസിലൊക്കെ കുറേ അധികം ട്രാൻസിഷൻസ് നമ്മൾ കാണുന്നുണ്ട്. നിങ്ങൾക്കതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമൻറ്റായിട്ട് രേഖപ്പെടുത്തിയാൽ ഞാൻ ആ ഒരു വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ്. അതായത് ലോഗോ, ഫ്ലിപ്പ്, അങ്ങനെ കുറേ അധികം ട്രാൻസിഷൻസ് ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ അതിൽ ആ ഒരു കാറിൻ്റെ എഡിറ്റിലൊക്കെ ചെയ്യുന്ന ഒരു എഫക്റ്റ് എന്ന് പറയുന്നത്. ഈ ഒരു കളർ റീപ്ലേസ്മെൻ്റ് ആണ്. അപ്പോൾ കാറിൻ്റെ വീഡിയോസൊക്കെ ഒരുപാടധികം യൂട്യൂബിലുണ്ട്. അപ്പോൾ നിങ്ങൾ ട്രെൻഡിങ് ആയിട്ടുള്ള കാറിൻ്റെ എഡിറ്റ്സൊക്കെ ചെയ്യുക, ഈ ഒരു എഫക്റ്റും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഈ ഒരു വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ഇനി ഇതേപോലുള്ള എഡിറ്റിംഗ് വീഡിയോസ് ലഭിക്കാണ്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.